നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ടെക് ലോകത്തെ പ്രധാന സംസാര വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എല്ലാ ആവശ്യങ്ങൾക്കും ജനങ്ങൾ AI-യെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെയാണ് സാംസങ് തങ്ങളുടെ AI ഫോണുകൾ പുറത്തിറക്കിയത്. ഗാലക്സി S24 സീരീസ് ഫോണുകളിൽ ആണ് സാംസങ് AI ഫീച്ചറുകൾ കൊണ്ടുവന്നത്. മാത്രമല്ല, സാംസങ് നേരത്തെ പുറത്തിറക്കിയ ഗാലക്സി S23 സീരീസ്, ഗാലക്സി Z Fold 5, ഫ്ലിപ്പ് 5 എന്നീ ഫോണുകൾക്കും ചില ടാബുകൾക്കും സാംസങ് AI ഫീച്ചറുകൾ നൽകിയിരുന്നു. ഇതിനു മുൻപ് ഗൂഗിൾ തങ്ങളുടെ പിക്സൽ 8 സീരീസ് ഫോണുകൾക്കും AI ഫീച്ചറുകൾ നൽകിയിരുന്നു. ഈ വർഷം ഇറങ്ങാനിരിക്കുന്ന ആപ്പിൾ iPhone 16 സീരീസ് ഫോണുകളിലും AI ഫീച്ചറുകൾ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ പല കാര്യങ്ങൾക്കുമായി നിരവധി AI വെബ്സൈറ്റുകളെ, AI ആപ്പുകളെ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരത്തിൽ AI-യുടെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. നിലവിൽ OpenAI, ഗൂഗിൾ എന്നിവരാണ് AI വിപണി നിയന്ത്രിക്കുന്നത്. ഇവർക്ക് വെല്ലുവിളിയായി ഇലോൺ മസ്ക്, ആപ്പിൾ, മെറ്റ എന്നിവർ അവരുടേതായ AI പ്ലാറ്റ്ഫോം വികസിപ്പിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. മെറ്റയുടെ AI ഉടൻ എത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി മെറ്റയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിന് ഉടൻ തന്നെ AI ഫീച്ചറുകൾ നൽകുമെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആപ്പിനുള്ളിൽ തന്നെ AI ചാറ്റ് ബോട്ടും AI ഫോട്ടോ എഡിറ്ററും കൊണ്ടുവരാനാണ് മെറ്റ ശ്രമിക്കുന്നത്. വാട്സപ്പ് ഫീച്ചർ ട്രാക്കർ വെബ്സൈറ്റായ വാപ്റ്റ ഇൻഫോയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്.